ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ ശീലം തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായി ഒരു പേപ്പർ വായിക്കാനുള്ളൊരാഗ്രഹം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ഞാൻ പേപ്പർ ഇടാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെ മുതൽ പേപ്പർ വായിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പേപ്പർ വായിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. കാരണം അത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ച് ശീലമുള്ളവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒരു ദിവസം ചായ കിട്ടിയില്ലെങ്കിൽ എന്താണോ ബുദ്ധിമുട്ടുണ്ടാവുക, അതേപോലെ തന്നെയായിരുന്നു ഒരു പേപ്പർ വായിച്ചില്ലെങ്കിൽ ആ ദിവസം തന്നെ മൊത്തം ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആയിട്ട് പിന്നെ അതങ്ങനെ നിർത്തി. ഇപ്പോൾ എത്രയോ കാലമായി ഞാൻ പേപ്പർ സത്യം പറഞ്ഞാൽ വായിച്ചിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചിട്ട്, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ വായിക്കുക എന്നല്ലാണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ചായി എനിക്കിങ്ങനെ പേപ്പർ വായിക്കാനായിട്ടൊരാഗ്രഹം. അങ്ങനെ ഞാൻ പേപ്പർ വരുത്തി. അപ്പോൾ ഇന്ന് മുതൽ വായിച്ച് തുടങ്ങുകയാണ്. പക്ഷേ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പണ്ടത്തെ ആ ഒരു സുഖം കിട്ടണില്ല കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാവരുടെ അടുത്തേക്കും ആ ന്യൂസ് എത്തുന്നുണ്ട്. അതുകൊണ്ട് അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനൊരു പുതുമയോ അല്ലെങ്കിൽ അത്ര ഒരു സുഖം തോന്നുന്നില്ല. അതോ കുറേ ദിവസമായിട്ട് ഞാൻ വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ എന്താണെന്നറിയില്ല, മുന്നത്തെ ആ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഹെഡ്ലൈൻസൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉച്ചയ്ക്ക് പണികളെല്ലാം തീർത്തതിന് ശേഷം ഉച്ചയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയെല്ലാം ഇരുന്ന് വായിക്കുക. അപ്പോൾ രാവിലെ വായിച്ചുകൊണ്ടിരുന്നത് ശരിയാവില്ല. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി മസാലയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല കേട്ടോ. അത് പൂരി മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലോങ് ആവും. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോവാം. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് മലയാളികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഉണ്ടാക്കുന്നത് പൂളക്കിഴങ്ങാണ് കേട്ടോ. കപ്പ എന്നൊക്കെ പറയില്ലേ, ഇവിടെ പൂളക്കിഴങ്ങ് എന്ന് പറയും. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു 2-3 ദിവസമായിട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതേട്ടോ, അവിടെ ഉള്ളിൽ നല്ല ഇരുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴക്കാറുണ്ട്. നല്ലൊരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്യുമെന്ന് പറഞ്ഞത് ഏതാണ്ട് ശരി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് നല്ല മഴക്കാറും രാവിലെ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അത് കപ്പ കൊണ്ട് വെറും ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോഴാണ് രാവിലെ മീൻ വന്നത്. ചെന്ന് നോക്കിയപ്പോൾ നല്ല കറി വയ്ക്കാനായിട്ട് പറ്റിയ മത്തി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇന്ന് എന്തായാലും കപ്പി അതേപോലെ തന്നെ മീൻ മുളകിട്ടതെന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാട്ടോ, മത്തി എന്ന് പറയണത് ഇവിടെ കുറേ കാലമായിട്ട് ഒരു ചെറിയ കുഞ്ഞ് മത്തിയാട്ടോ വരുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ളൊരു മത്തിയെങ്കിലും ഞാൻ കാണുന്നത്. ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു മത്തിയാണ്. അത് കുറേ ആയിട്ടൊരു വളരാത്ത പോലെ ഒരു കുഞ്ഞ മത്തിയാണ് ഇവിടെ സാധാരണ ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ളത്. ഇതാട്ടോ, മീനിൻ്റെ ഒരു മണം കേട്ടപ്പോഴേക്ക് നോക്കിയേ നമ്മുടെ എത്ര ആൾക്കാരാണ് എന്നുള്ളത്. എനിക്ക് 1-2 ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ സാധാരണ ആ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നേരേക്കാറ്. ഇവരുടെ ശല്യം കാരണം എനിക്ക് നേരേക്കാനൊന്നും പറ്റില്ല. അത് കാരണം ഞാനിപ്പോൾ ഈ ഗ്രില്ല് അടച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് മീൻ നേരേക്കാറുള്ളത്. നോക്കി എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ. 1, 2, 3 ഇത്രയൊന്നല്ല കേട്ടോ, ഇനി 2-3 ആൾക്കാർ ഇനി വരാനായിട്ടുണ്ട്. ഇതെൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ ഇരിക്കണം. ബാക്കി 2 ആൾ അവിടെ സമാധാനമായിട്ട് അവിടെ ആ തിണ്ടിൻ്റെ മുകളിൽ അവിടെ അവർ കുറച്ചും കൂടെ ഒരു സൈലൻ്റാണ്. അവിടെ ഒരു ഭാഗത്ത് സൈലൻ്റായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ താഴെ കുറേ ആൾക്കാർ കാത്തു നിൽക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഇതാട്ടോ മറ്റൊരാൾ നോക്കിയാൽ ഇത് ശരിക്കൊരു പുലിക്കുട്ടി തന്നെയാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ അതേ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളൊരു പൂച്ചയാണത്. ആൾ ഭയങ്കര ഡീസൻ്റായിട്ട് അവിടെ അത്ര ഉപദ്രവമൊന്നുമില്ല. അവിടെ ഒരു ഭാഗത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നോട് ചോദിക്കണം നോക്കിയേ, കുറേ നേരമായല്ലോ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്, നേരേക്ക് കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിക്കണം നോക്കിയേ. അപ്പോൾ അതാട്ടോ നമ്മുടെ മീനൊക്കെ അങ്ങനെ നേരേക്ക് കഴിഞ്ഞു. എൻ്റെ തലയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും കൊടുത്തു. അപ്പോൾ നമുക്കിനി മീൻ മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ തന്നെ പൂളക്കിഴങ്ങും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻ മുളകിട്ടതാട്ടോ, തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ 2 സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാട്ടോ, അപ്പുറത്ത് നമ്മുടെ പൂളക്കിഴങ്ങ് അവിടെ വേവുന്നുണ്ട്.
അപ്പോൾ അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് നമുക്ക് 2 തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത് നല്ല മിക്സായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മുളക് പൊടിയൊക്കെ വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പിന്നെ ഇതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഇത് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ കുടംപുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ ഒന്നുകൂടി നന്നാവും. നമ്മുടെ കുടംപുളി ഒന്നുമില്ല, സാധാ പുളി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് പൂളക്കിഴങ്ങ് വേവുണ്ട്, നന്നായിട്ട് വേവണം കേട്ടോ പൂളക്കിഴങ്ങ്. ഇതിപ്പോൾ എന്താ വേവോ എന്താണെന്നുള്ളത് അറിയില്ല, നല്ല വെന്തുടയണം, അപ്പോൾ മാത്രമാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാട്ടോ മസാലയൊക്കെ പരട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുളി കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. പുളി ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ നേരേക്ക് വെച്ചിട്ടുള്ള മീനും കൂടെ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് മീൻ മുളകിട്ടത് ഏതാണ്ട് റെഡിയാവും. ഇത് രണ്ടും കൂടി നല്ല തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് നല്ല വെന്ത് മിക്സായിട്ട് വരണം കേട്ടോ അതിലേക്ക്. ഇനിയിപ്പോൾ അതിലേക്ക് നേരേക്ക് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ മുളകിട്ടത് റെഡിയായി. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയായി. അതേപോലെ തന്നെ അപ്പുറത്തെ കപ്പിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മീനും അതുപോലെ തന്നെ മീൻ മുളകിട്ടതും കപ്പിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ കാണണം തോന്നിയാലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബായ്.